കർത്താവും എൻ്റെ ദൈവവുമേ, എന്നിലൂടെ അങ്ങയുടെ വചനങ്ങൾ കേൾക്കുന്ന എല്ലാ മക്കളുടെയും, പ്രത്യേകിച്ച് അപകടങ്ങളാലും പലതരത്തിലുള്ള രോഗങ്ങളാലും കഷ്ടതയിലായിരിക്കുന്നവരുടെയും പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ആകുലതകളെല്ലാം നീക്കി അവർക്ക് സന്തോഷവും സമാധാനവും സൗഖ്യവും അവിടുന്ന് കൊടുക്കണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലേവ്യ പുസ്തകം 24 അധ്യായമാണ്. ഈ അധ്യായത്തിൽ ആകെ 23 വചനങ്ങളാണുള്ളത്. ദൈവത്തിൻ്റെ രക്ഷാ ചരിത്രത്തിലെ മഹത്തായ പ്രവചന രേഖയായിരുന്നു ലേവ്യ പുസ്തകം അധ്യായം 23. അത് നമ്മൾ 3 ക്ലാസ്സുകളായിട്ടാണ് പഠിച്ചു തീർത്തത്. ശ്രദ്ധിച്ച് കേട്ടവർക്ക് ദൈവത്തിൻ്റെ ആ കരുതലും നമുക്കായുള്ള രക്ഷാ പദ്ധതിയുടെ പ്രവചനവും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്ന ലേവ്യ പുസ്തകം 24 അധ്യായം 2 ഭാഗങ്ങളായി വിഭജിക്കാം. ആദ്യ ഭാഗം ലേവ്യ പുസ്തകം 24 1 മുതൽ 9 വരെയുള്ള വചനങ്ങൾ. അവിടെ നാം കാണുന്നത് രാത്രിയിൽ വിശുദ്ധ മന്ദിരത്തിലെ മഹാപുരോഹിതൻ്റെ സേവനമാണ്. രണ്ടാം ഭാഗം 10 മുതൽ 23 വരെയുള്ള വചനങ്ങളാണ്. അവിടെ നാം കാണുന്നത് ഇസ്രായേൽ എന്തുകൊണ്ട് മാറ്റി വയ്ക്കപ്പെടുന്നു എന്നതാണ്. ഈ അധ്യായത്തിൽ 2 കാര്യങ്ങളെ പറയുന്നുള്ളൂ എങ്കിലും അത് ദൈവിക നിയമനിർമ്മാണ പ്രവർത്തനത്തിൻ്റെ മുന്നോടിയാണെന്ന് തിരിച്ചറിയുക. ഇനി നമുക്ക് അധ്യായത്തിലേക്കൊന്ന് വചനങ്ങൾ നോക്കാം. ആദ്യമായി നമ്മൾ പഠിക്കുന്നത് നിലവിളക്കുകളുടെയും അപ്പത്തിൻ്റെയും പരിചരണമാണ്. 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ദീപങ്ങൾ നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ നിലവിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരണമെന്ന് അവരോട് കൽപ്പിക്കുക. സമാഗമന കൂടാരത്തിൽ സാക്ഷ്യത്തിൻ്റെ തിരശ്ശീലയ്ക്ക് പുറത്ത് വൈകുന്നേരം മുതൽ രാവിലെ വരെ കത്തേണ്ടതിന് അഹരോൻ അത് യഹോവയുടെ സന്നിധിയിൽ നിത്യം ഒരുക്കി വെക്കണം. ഇത് തലമുറ തലമുറയായി നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമാകുന്നു. അവൻ നിത്യവും യഹോവയുടെ സന്നിധിയിൽ തങ്ക നിലവിളക്കിന്മേൽ ദീപങ്ങൾ ഒരുക്കി വെക്കണം. രാത്രിയിൽ വിളക്ക് തണ്ടിൽ നിന്നുള്ള വെളിച്ചം തുടർച്ചയായി കത്തുന്നുണ്ടെന്ന് മഹാപുരോഹിതൻ ഉറപ്പാക്കണം. നിലവിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾ തന്നെ ഈ ഒലിവെണ്ണ കൊണ്ടുവരണമായിരുന്നു. അണയാതെ കത്തുന്ന ഈ വിളക്ക് ഇസ്രായേലിൻ്റെയും ക്രിസ്തു വിശ്വാസികളുടെയും സ്വർഗീയ അനുഗ്രഹങ്ങളെ വെളിപ്പെടുത്തുന്നതാണ്. എന്താണെന്നല്ലേ? വിശുദ്ധ മന്ദിരത്തിൽ വെളിച്ചം പ്രകാശിക്കുന്നു. അത് സ്വർഗീയ അനുഗ്രഹങ്ങൾ എന്താണെന്ന് ഇതെടുത്ത് കാണിക്കുന്നു. വിളക്ക് തണ്ടിൻ്റെ വെളിച്ചം ആദ്യം വിളക്ക് തണ്ടിൽ തന്നെ വീഴുന്നു. അതായത് കർത്താവായ യേശു ക്രിസ്തു ആ വിളക്കിൻ്റെ തണ്ടാണ്. നമുക്ക് ആ വെളിച്ചം പരത്താനും മറ്റ് വിശ്വാസികളുമായി കർത്താവിനെക്കുറിച്ച് സംസാരിക്കാനും അധികാരമുണ്ടെന്ന് വ്യക്തം. എണ്ണയും യഹോവയുടെ സന്നിധിയിൽ വയ്ക്കുന്നതിനുള്ള അപ്പം ഉണ്ടാക്കുന്നതിനുള്ള നേരിയ മാവും അർപ്പിക്കുന്നത് ഇസ്രായേൽ തങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് തങ്ങളുടെ ജീവിതവും അധ്വാനവും സമർപ്പിച്ച സേവനത്തിൻ്റെ ഭാഗമായിട്ടാണ്. 5 മുതൽ 9 വരെയുള്ള വചനങ്ങൾ. നീ നേരിയ മാവെടുത്ത് അതുകൊണ്ട് 12 ദോശ ചുടണം. ഓരോ ദോശ 2 ഇടങ്ങഴി മാവ് കൊണ്ടായിരിക്കണം. അവയെ യഹോവയുടെ സന്നിധിയിൽ തങ്കമേശമേൽ 2 അടുക്കായിട്ട് ഓരോ അടുക്കിൽ 6 വീതം വെക്കണം. ഓരോ അടുക്കിന്മേൽ നിർമ്മലമായ കുന്തിരുക്കം വെക്കണം. അത് അപ്പത്തിന്മേൽ നിവേദ്യമായി യഹോവയ്ക്ക് ദഹനമായിരിക്കണം. അവനത് നിത്യനിയമമായിട്ട് ഇസ്രായേൽ മക്കളോട് വാങ്ങി ശബ്ബത്ത് തോറും യഹോവയുടെ സന്നിധിയിൽ നിരന്തരമായി അടുക്കി വെക്കണം. അത് അഹരോനും പുത്രന്മാർക്കും ഉള്ളതായിരിക്കണം. അവർ അതൊരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് തിന്നണം. അതവന് ശാശ്വത അവകാശമായി യഹോവയുടെ ദഹനയാഗങ്ങളിൽ അതിവിശുദ്ധമാകുന്നു. 12 ദോശ അല്ലെങ്കിൽ അപ്പം ചുടണം. അതായത് കാഴ്ച അപ്പം തയ്യാറാക്കുന്നതിനെക്കുറിച്ചും അതെങ്ങനെ ഉണ്ടാക്കണം എന്നതിനെക്കുറിച്ചുമാണ് ദൈവം പറയുന്നത്. 12 അപ്പം ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ഗോതമ്പിൽ നിന്ന് ചുട്ടെടുത്ത 12 അപ്പം നേർത്ത മാവിൽ നിന്നുണ്ടാക്കണമെന്ന് ദൈവം പറയുന്നു. ഒരപ്പത്തിന് 10ൽ 2 എഫ വീതം കൂടാരത്തിലെ സ്വർണ്ണമേശയിൽ 6 നിരകളിലായി ക്രമീകരിച്ചു. ഈ അപ്പം 12 ഗോത്രങ്ങളുമായുള്ള ദൈവത്തിൻ്റെ നിരന്തരമായ കരുതലിനെയും കൂട്ടായ്മയും വെളിപ്പെടുത്തുന്നു. ഒരു സ്മാരകയാഗവുമായി കുന്തിരുക്കം ചേർക്കുകയും ചെയ്തു. ഇത് വിശുദ്ധി, മികവ്, ദൈവവും ഇസ്രായേലും തമ്മിലുള്ള പരസ്പര ഉടമ്പടി, ബന്ധം എന്നിവയെ കാണിക്കുന്നു. സംഖ്യാപുസ്തകം 4:7 നമ്മളിങ്ങനെ വായിക്കുന്നു, കാഴ്ചയപ്പത്തിൻ്റെ മേശമേലും ഒരു നിലശീല വിരിച്ച് അതിന്മേൽ തളികകളും കരണ്ടികളും കിണ്ടികളും പകരുന്നതിനുള്ള കുടങ്ങളും വെക്കണം. നിരന്തരമായ അപ്പവും അതിന്മേലിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ മേശയെ വിളിച്ചിരുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യ മേശ എന്നാണ്. മാത്രമല്ല അപ്പത്തെ ദൈവത്തിൻ്റെ സാന്നിധ്യ അപ്പം എന്നും വിളിച്ചിരുന്നു. പുറപ്പാട് പുസ്തകം 25-28 മുതൽ 30 വരെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. തണ്ടുകൾ കതിരമരം കൊണ്ട് ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയണം. അവ കൊണ്ട് മേശ ചുമക്കണം. അതിൻ്റെ തളികകളും കരണ്ടികളും പകരുന്നുള്ള കുടങ്ങളും കിണ്ടികളും ഉണ്ടാക്കണം. തങ്കം കൊണ്ട് അവയെ ഉണ്ടാക്കണം. മേശമേൽ നിത്യം കാഴ്ചയപ്പം എൻ്റെ മുമ്പാകെ വെക്കണം. നിങ്ങൾക്ക് ഒരു പക്ഷേ ഇവിടെ ഒരു ചോദ്യമുണ്ടാകും, എന്തിനാണ് 2 അടുക്കുകളായി വെക്കേണ്ടത്? ഒരുമിച്ച് 12 എണ്ണം കൂട്ടി വെച്ചാൽ പോരായിരുന്നു? അതിൻ്റെ ഉത്തരം ഇങ്ങനെയാണ്. 12 അപ്പങ്ങൾ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. 2 അടുക്കുകൾ 2 സാക്ഷികളുടെ ക്രമമാണ്. യഹൂദ പരമ്പരയിൽ 2 എന്ന സംഖ്യ സാക്ഷ്യത്തെ സൂചിപ്പിക്കുന്നു. ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്.
മനുഷ്യൻ ചെയ്യുന്ന യാതൊരു അകൃത്യത്തിനോ പാപത്തിനോ അവൻ്റെ നേരെ ഏക സാക്ഷി നിൽക്കരുത്. 2 or 3 സാക്ഷികളുടെ വാമൊഴിയാൽ കാര്യം ഉറപ്പാക്കണം. ആവർത്തനം 19:15 ഞാൻ വായിച്ചത്. അതിനാൽ 12 ഗോത്രങ്ങൾ യഹോവയുടെ മുമ്പാകെ ക്രമത്തോടും സാക്ഷ്യത്തോടും കൂടെ നിലകൊള്ളുന്നു. 2 അടുക്കുകൾ എന്നത് സമതുലിതം കാണിക്കുന്നു. അപ്പത്തിൻ്റെ അളവിലും ഭാരത്തിലും വ്യത്യാസമില്ല. ചില കൾട്ട് ഗ്രൂപ്പുകൾ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: 12 അപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവജനമൊട്ടാകെ, 2 അടുക്കുകൾ പഴയ നിയമവും പുതിയ നിയമവും. ഇത് തെറ്റായ ഒരു പഠിപ്പിക്കലാണ്. ദൈവശാസ്ത്രമായി നമുക്കിതിൻ്റെ പ്രാധാന്യമൊന്ന് നോക്കാം. ക്രിസ്തു ആത്മീയ അപ്പമായി, ജീവൻ്റെ അപ്പമായ യേശുവിനെ ഇത് വെളിപ്പെടുത്തുന്നു. കാണിക്കയപ്പം, യഹോവയുടെ സന്നിധിയിലെ അപ്പം ശുദ്ധ സ്വർണ്ണമേശമേൽ വെക്കണം. ഇത് ശുദ്ധമായ സ്വർണ്ണമേശ ക്രിസ്തുവിൻ്റെ പരിശുദ്ധിയെ വെളിവാക്കുന്നു. കർത്താവാം യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയുമില്ല. വിശുദ്ധ യോഹന്നാൻ 6:35 ഞാൻ വായിച്ചത്. വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞു, അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാക്കുന്നു, നാം എല്ലാവരും ആ അപ്പത്തിൽ അംശികളാകുന്നുവല്ലോ. 1 കൊരിന്ത്യർ 10:17 ഞാൻ പറഞ്ഞത്. കർത്താവായ യേശുക്രിസ്തു വീണ്ടും പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാക്കുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. യോഹന്നാൻ 6:51 ഞാൻ വായിച്ചത്. ചുരുക്കി പറഞ്ഞാൽ നമുക്കിങ്ങനെ പറയാം: കാണിക്കയപ്പം യേശുക്രിസ്തുവിൻ്റെ മഹാകരുണയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അന്ന് ദൈവം ഇതെല്ലാം പ്രതീകമായി ചെയ്തുവെങ്കിൽ ഇതിൻ്റെ പൂർത്തീകരണം നമ്മൾ കർത്താവിലാണ് കാണുന്നത്. ഈ പഴയ നിയമം പഠിക്കാതെ ഒരുവന് എങ്ങനെ വിശ്വാസത്തിൻ്റെ തായ്വേരുണ്ടാകും? 10 മുതൽ 14 വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, അനന്തരം ഒരു ഇസ്രായേലിലെ സ്ത്രീയുടെയും ഒരു മിസ്രയീമിൻ്റെ മകനായ ഒരുത്തൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ പുറപ്പെട്ടു. ഇസ്രായേലിലെ സ്ത്രീയുടെ മകനും ഒരു ഇസ്രായേലിനും തമ്മിൽ പാളയത്തിൽ വെച്ച് ചണ്ടയിട്ടു. ഇസ്രായേലിലെ സ്ത്രീയുടെ മകൻ തിരുനാമം ദുഷിച്ചു ശപിച്ചു. അതുകൊണ്ട് അവർ അവനെ മോശയുടെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ്റെ അമ്മയ്ക്ക് ശെലോമിത്ത് എന്നു പേർ. അവൾ ദാൻ ഗോത്രത്തിലെ ദിബ്രി എന്നൊരുവൻ്റെ മകളായിരുന്നു. യഹോവയുടെ അരുളപ്പാട് കിട്ടേണ്ടതിന് അവർ അവനെ തടവിൽ വെച്ചു. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, ശപിച്ചവനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോകാം. കേട്ടവരെല്ലാവരും അവൻ്റെ തലയിൽ കൈവച്ച ശേഷം സഭയൊക്കെയും അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. ഒരു ഇസ്രായേലി സ്ത്രീയുടെ മകൻ, അവളുടെ പിതാവ് ഒരു ഈജിപ്തുകാരനെ ജനിച്ചവനായിരുന്നു. ഇസ്രായേലി സ്ത്രീയുടെ പേര് ശെലോമിത്ത് എന്നായിരുന്നു. അവൾ ദാൻ ഗോത്രത്തിൽ ദിബ്രി എന്നൊരുവൻ്റെ മകളായിരുന്നു. ഇസ്രായേൽ ഈജിപ്തിലായിരിക്കുമ്പോൾ തന്നെ അവൾ ഒരു ഈജിപ്തുകാരനെ വിവാഹം കഴിച്ചു. ഈ സംഭവം നടക്കുമ്പോൾ ആ മകൻ്റെ പിതാവ് നേരിട്ട് വന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. അതിനർത്ഥം അപ്പോൾ ചിലപ്പോൾ അയാൾ മരിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഈജിപ്തിൽ തന്നെ തുടർന്നുവെന്ന് അനുമാനിക്കാം. അതേസമയം മകൻ ഇസ്രായേലരെ അവരുടെ പലായനത്തിൽ പിന്തുടർന്ന മിശ്ര ജനതയിൽപ്പെട്ടവരായിരുന്നു. പുറപ്പാട് 12:37 മുതൽ 38 വരെ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സമ്മിശ്ര പുരുഷാരത്തെ കാണാൻ കഴിയും. ഇതിൽ നിന്ന് നമുക്കൊരു പാഠം ദൈവം നമ്മളോട് പഠിപ്പിക്കുന്നത്, സമ്മിശ്ര വിവാഹ ജീവിതത്തിൽ നമുക്ക് തൽക്കാല ബുദ്ധിമുട്ടില്ല എങ്കിലും മുന്നോട്ടുള്ള ജീവിതത്തിൽ അത് ബുദ്ധിമുട്ട് തന്നെയാണ് മനുഷ്യനുണ്ടാക്കി വയ്ക്കുക. അതുകൊണ്ടാണ് ദൈവം ഈ അന്യ സ്ത്രീകളുമായുള്ള വിവാഹബന്ധത്തെ വിലക്കിയത്. ഇസ്രായേൽ പാളയത്തിൽ ഒരു മനുഷ്യൻ യഹോവയുടെ നാമത്തെ ദുഷിച്ചു, ബ്ലാസ്ഫമി നടത്തി. ദൈവം മോശയോട് വിധി പ്രഖ്യാപിക്കുന്നു. എന്തായിരുന്നു ആ വിധി? 16-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, യഹോവയുടെ നാമം ദുഷിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. സഭയൊക്കെയും അവനെ കല്ലെറിയണം. പരദേശിയാകട്ടെ, സ്വദേശിയാകട്ടെ, തിരുനാമത്തെ ദുഷിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. വചനം 17 ഇങ്ങനെ പറയുന്നു, മനുഷ്യനെ കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. 18 മുതൽ 19 വരെ 18 മുതൽ 20 വരെ നമ്മളിങ്ങനെ വായിക്കുന്നു, മൃഗത്തെ കൊല്ലുന്നവന് മൃഗത്തിന് പകരം മൃഗത്തെ കൊടുക്കണം. ഒരുത്തൻ കൂട്ടുകാരനെ കേടുവരുത്തിയാൽ അവൻ ചെയ്തതുപോലെ തന്നെ അവനോട് ചെയ്യണം. ഒടിവിന് പകരം ഒടിവ്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. ഇങ്ങനെ അവൻ മറ്റവന് കേടുവരുത്തിയതുപോലെ തന്നെ അവനും വരുത്തണം. ഇതൊരു തമാശയായ നിയമമായി നിങ്ങൾക്ക് തോന്നുന്നില്ലേ? എന്നാൽ നമുക്കിതിൻ്റെ ആന്തരിക അർത്ഥത്തിലേക്കൊന്ന് നോക്കാം. ദൈവം പരിശുദ്ധനാണ്. പാപം ദൈവസന്നിധിയിൽ വളരെ ഗൗരവമുള്ളതാണ്. നീതി ദൈവസന്നിധിയിൽ നിഷ്പക്ഷമായിരിക്കണം. ഉദാഹരണം, കണ്ണിന് ക്രൂരതയല്ല. പരിധിയില്ലാത്ത പ്രതികാരം തടയാൻ ഈ നിയമം ഉപകാരപ്പെട്ടു. ശിക്ഷ കുറ്റത്തിനൊത്തവണ്ണമായിരിക്കണം. അതായത് ഒറ്റൊരാളുടെ കണ്ണ് നഷ്ടപ്പെടുത്തി എന്നതിനാൽ അവൻ്റെ മുഴുവൻ കുടുംബവും ശിക്ഷ അനുഭവിക്കാൻ പാടില്ല. അതായിരുന്നു ഈ നിയമത്തിൻ്റെ ലക്ഷ്യം. 22-ാമത്തെ വചനം അതങ്ങനെയാണ് പറയുന്നത്. എന്നാൽ ഇതെല്ലാം അന്തിമ പരിഹാരമായിരുന്നില്ല. കാരണം ദൈവത്തിൻ്റെ ഉപദേശം മറ്റൊന്നായിരുന്നു. ലേവ്യ പുസ്തക നിയമം പാപത്തെ ശിക്ഷിച്ചു, പക്ഷേ പാപം അപ്പോഴും ലോകത്തിൽ നിലനിന്ന് പോന്നു. അതുകൊണ്ടാണ് ബൈബിൾ മുന്നോട്ട് പോകുന്നത്. എബ്രായർ 10:4 മുതൽ 7 വരെ നമ്മളിങ്ങനെ വായിക്കുന്നു, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ആകയാൽ
ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാട് നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളുകളിൽ എന്നെ എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്നവർ പറയുന്നു. പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഇതിനെ പൂർണ്ണമാക്കുന്നു. മത്തായി 5:38 മുതൽ 39 വരെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്ന് അള്ളിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്. നിന്നെ വലത്തെ ചവിട്ടത്തടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കാം. കർത്താവ് നിയമം റദ്ദാക്കിയില്ല, എന്നാൽ ആ നിയമത്തിൻ്റെ ലക്ഷ്യവും അതിൻ്റെ ഉദ്ദേശവും പൂർത്തിയാക്കി. ദുഷിക്കുന്നവൻ മരിക്കണം. യേശു കർത്താവ് ദുഷിച്ചവർക്കും ദുഷിക്കുന്നവർക്കും പകരം മരിച്ചു. പത്രോസ്ലീഹ പറഞ്ഞു, നാം പാപസംബന്ധമായി മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പത്രോസ് 2:24 ഞാൻ വായിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ലേവ്യ പുസ്തകം 24:15 മുതൽ 23 വരെ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ നീതിയുടെ പ്രഖ്യാപനമാണെങ്കിൽ യേശു ക്രിസ്തുവിൽ ആ നീതിയുടെ പൂർണ്ണത സാധ്യമാക്കി. പഴയ നിയമത്തിലെ ശിക്ഷകൾ താൽക്കാലിക അധ്യാപകനായിരുന്നു എങ്കിൽ വിശുദ്ധ പൗലോസ്ലീഹ ആയിരുന്നു. എന്നാൽ വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞു, വിശ്വാസം വരും മുമ്പേ നമ്മെ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴെ അടച്ചു സൂക്ഷിച്ചിരുന്നു. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകൻ്റെ കീഴിലല്ല, യേശുക്രിസ്തുവിലെ വിശ്വാസത്തിൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ഗലാത്യർ 3:23 മുതൽ 26 വരെയാണ് ഞാൻ വായിച്ചത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശുക്രിസ്തു നമ്മെ ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി.